ചേട്ടാ, എനിക്കുള്ള എമൗണ്ട് അവർ തരാമെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഫയൽസ് പെട്ടെന്ന് തരിക, കാരണം പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട്. ഇങ്ങനെ COS പെട്ടെന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് ഫില്ലായി പോകുന്നുണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് 2-3 CV അയച്ചു തന്നാൽ ഞാൻ അയച്ചു കൊടുക്കാം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ COS കിട്ടുമെന്നാണ്. അതിൻ്റെ ഇടയിൽ തന്ന തേഴ്സ്ഡേ എന്ന് പറയുന്നത് ഒരു ഹോപ്പ് മാത്രമാണ്. അപ്പോൾ ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും നമ്മളിപ്പോൾ അത് 1-2 ദിവസം കൂട്ടി, അതായത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് 12 days ആണ്. എന്നിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് 15 days ആണ്. ഒരു ദിവസം എങ്ങാനും കൂടി പോയാലോ എന്നാലോചിച്ചിട്ട് ഞാൻ പറഞ്ഞത് 15 days ആണ്. അപ്പോൾ ചേട്ടൻ ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോഴും ആ ഒരു രീതിയിൽ വേണമായിരുന്നു സംസാരിക്കേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾ തന്ന തേഴ്സ്ഡേ ഹോപ്പിൽ നിങ്ങൾ തേഴ്സ്ഡേ COS കിട്ടും, അത്രയും പ്രഷറുണ്ട്, തേഴ്സ്ഡേ COS വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത്. അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ്. ഞങ്ങളുടെ അല്ല, അവരുടെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെ കാണിച്ചത് നല്ല ഉടായ്പായിരുന്നു. എനിക്കത് നല്ല രീതിയിൽ ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ടിൻ്റെ ബാക്കി ബാലൻസ് അയച്ചു തരാൻ പറഞ്ഞിട്ട് അവർ, പക്ഷെ അത് സംസാരിക്കുന്നത് ഞാനും കൂടെ ആയിട്ട് സംസാരിച്ചു. ഞാൻ കോൺഫറൻസിലുണ്ടായിരുന്നു, അവിടെ ഹോമിൽ വിളിച്ചിട്ട് ഡയറക്റ്റ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, ട്രസ്റ്റ് അല്ല, കാരണം ഓൾറെഡി ഹോമിലല്ല, മറ്റേ ഏജൻസിനെ വിളിച്ചപ്പോൾ ട്രസ്റ്റ് അല്ല, കാരണം ഓൾറെഡി ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ഡിലേ തന്നതാണ്. വേറെ ഏജൻസികൾ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്ന ഡീല് തന്നെ ഞങ്ങൾക്ക് ടാസ്ക് തന്നതാണ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്തോ കാര്യത്തിലാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിക്കാർ ഞങ്ങളോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ 2 ഓപ്ഷൻ തരാം. ഒന്നിൽ മൺഡേ വന്ന് ഫുൾ പേയ്മെൻറ്റ് വന്ന് തന്ന COS കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ലൈസൻസ് നമ്പരും അത് ഹൈഡ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് മൺഡേയിൽ അയച്ചു തരാം. പക്ഷേ വിത്തിൻ 2 daysനുള്ളിൽ എമൗണ്ട് തന്ന് COS കളക്ട് ചെയ്യണം. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. അയ്യോ ബ്രോ, അതിനകത്തിലെ ഇൻസിഡന്റ് മൊത്തം ബ്രോന് അറിയാൻ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് മുമ്പ് എനിക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് കണ്ട്, ഞാൻ നീരജയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാനാണ് നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നത് വാട്സപ്പിൽ. നീരജ വാട്സപ്പിൽ സ്റ്റോറി ഇട്ടതിരുന്നതാണ്. അപ്പോൾ ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നീരജ എന്നോട് പറയുന്ന വേക്കൻസി ഉണ്ട്, ഇതുപോലെ ആണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്നോട് ഫയൽ വയ്ക്കുന്നു. ഞാൻ ഫയൽ കൊടുക്കുന്നു. 8 പേരുടെ ഫയൽ ഞാൻ കൊടുത്തു. അപ്പോൾ 8 പേരുടെ അഡ്വാൻസ് ഇടാൻ പറഞ്ഞു. 8 പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു. 8 പേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു. ഓഫർ ലെറ്റർ തന്നത് ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ വഴക്കിടുന്നുണ്ട് നീരജയുടെ അടുത്ത്. അതിനുശേഷം വീണ്ടും എന്നെ കൺവിൻസ് ആക്കി, ഇല്ലാതെ സോർട്ട് ചെയ്യാതെ അവരെ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ ട്രസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ പബ്ലിക്കലി നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത് ഭാഗവാക്കാകില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ പ്രകാരമാണ് ഞാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച് മീൻസ് വീണ്ടും എൻ്റെ ബാക്കി പൈസ കൊടുത്തതും. അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് COS, അതായത് മറ്റേ COS ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു COS ഉണ്ട്, ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അയച്ചു തന്നു. അപ്പോൾ അത് അയച്ചത് നമുക്ക് വെരിഫൈ ആവുന്ന ഓപ്ഷനില്ല. COSൽ വെരിഫൈ ആവുന്ന ഓപ്ഷൻ, അപ്പോൾ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു. അപ്പോഴത്തേനും ആദ്യ പൈസ നീരജന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. നീരജ ത്രൂ തന്നെ അയച്ചു കൊടുത്ത്. അതിനുശേഷം ആ സമയപ്പോഴത്തേനും നീരജ നൈസായിട്ട് മാറി. എന്നിട്ട് പറഞ്ഞു അവനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീരജ എന്നോട് പറഞ്ഞു നേരിട്ട് അവനെ കൊണ്ടുപോയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. നേരിട്ട് അവൻ്റെ അഡ്രസ്സ് തന്നു, അഡ്രസ്സിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും നീരജ് എനിക്ക് പിന്നെ ഞാൻ തെറി പറയുന്നു. ഞാൻ തെറി പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഫേക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ തെറി പറഞ്ഞായിരുന്നു. എനിക്ക് തെറി എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു അങ്ങനെ സംസാരിച്ച കാരണം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് നീരജ പറഞ്ഞ പേയ്മെൻ്റ് കൊടുത്തു. അതിനുശേഷം ഫേക്ക് COS തന്നു. നമ്മളിത് ഫേക്കാന്ന് അറിയുന്നില്ല. നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം വിസ റിജക്ഷൻ വന്നു. അവരുടെയൊക്കെ ഈ പറഞ്ഞ വിഷയം നമ്മൾ അത്തരത്തിലും 8 പേരുടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. 8 പേരുടെ ഒരു 15 രൂപ എന്ന് പറഞ്ഞ് വലിയൊരു 15 16 രൂപ കണ്ട് മേടിച്ചു. അതിലെ ചില കാൻഡിഡേറ്റ്സിൻ്റെ നമ്മൾ 15 മേടിച്ചുള്ളൂ, എന്നിട്ട് ഇവർക്ക് 16 കൊടുത്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചില കാൻഡിഡേറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ആ സമയം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പോകണമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ലാഗ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. വേറൊരു ഹോമിൽ ലൈസൻസ് പോയ കാരണം ലാഗ് ഡിലേ വന്നത്, ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് നമ്മൾ തന്നെ വിചാരിച്ചു കയ്യിൽ നിന്ന് പൈസ കൊടുത്താണെങ്കിലും കയറിപ്പോട്ടെ. അപ്പം നമുക്ക് ആ ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ, നമ്മുടെ കാര്യം അങ്ങനെ നല്ലതായിട്ട് പോകുമല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ ആ സമയത്ത് കഷ്ടകാലത്തിന് ഈ 15 നമുക്ക് കൈ കിട്ടിയത് പോലും നമ്മൾ 16 പേർക്ക് കൊടുത്തു. 16 ലക്ഷം രൂപ ഒരു കാൻഡിഡേറ്റിന് വീതം കൊടുത്തു. ചിലത് 16 നമുക്ക് കിട്ടിയതുണ്ട്, 16 കിട്ടിയതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് കുറവ് കിട്ടിയത് പോലും നമ്മൾ കൊടുത്തതുണ്ട്. 15 കിട്ടിയിട്ട് നമ്മൾ 16 പേർക്ക് കൊടുത്ത് COS എടുത്തതൊക്കെ ഉണ്ട്. അതിനകത്തൊരു SIയുടെ വൈഫ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരുടെയും കൊടുത്തു, പക്ഷേ ഫേക്കായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഫേക്ക് റിജക്ഷൻ വന്ന പാടെ ഞാൻ നീരജനെ കോൺടാക്ട് ചെയ്ത് കാൻഡിഡേറ്റ് എന്നെ വിളിച്ച് കരച്ചിലായി. അപ്പോൾ നീരജനെ കോളിൽ ഇട്ടപ്പോഴത്തേനും നീരജ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിഞ്ഞ് സംസാരിച്ചു. നീരജ ഒന്നും അറിഞ്ഞിട്ടില്ല, എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ നീരജ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. നീരജയാണ് അക്കൗണ്ട് നമ്പർ അയച്ചു തരും. നീരജാണ് പൈസ കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നത്. നീരജാണ് എനിക്ക് ആദ്യം COS ഡ്രാഫ്റ്റ് തരുന്നത്.
ഇതെല്ലാം ചെയ്തത് നീരജ് തന്നെയാണ്. അതിൻ്റെയൊക്കെ പ്രൂഫ് എൻ്റെ കയ്യിൽ ഉണ്ട് താനും. പക്ഷെ അതിനുശേഷം ഇത്രയും പേരുടെ വിഷയം വന്നപ്പോൾ നമുക്ക് പിന്നെ നിൽക്കക്കള്ളി ഇല്ലാതെ നമുക്ക് പറ്റുന്നിടത്തു നിന്നൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറ്റുന്ന പോലെ വീട് വിൽക്കാൻ പറ്റുന്ന, വസ്തു വിൽക്കാൻ പറ്റുന്ന, എന്തൊക്കെയാണോ നമുക്ക് വിറ്റ് പറക്കാൻ പറ്റുന്നത് അതെല്ലാം വിറ്റ് പറക്കി നമ്മളൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും പൈസ കൊടുത്തു. പക്ഷെ അത്രയും പൈസ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് നിൽക്കാൻ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാലറിയും റെൻറ്റും കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്ന് നമ്മൾ പിന്നെ കൂപ്പ് കുത്തിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പേരുടെ പേയ്മെൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ച് ഇവർക്ക്. ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നീരജ് പറയുന്നത് എന്തുമാത്രം കള്ളമാണ് എന്നുള്ളൊരു കാര്യം. പുള്ളിക്കാരി പറയുന്നത് ഞാൻ അത്രമാത്രം ശ്രമിച്ചിട്ടൊന്നുമില്ല, ഞാനിത് തെറ്റാണെന്ന് മനസ്സിലായ സമയത്ത് തന്നെ മാറി എന്നൊക്കെ ഉള്ള കുറേയധികം കാര്യങ്ങൾ വന്ന് പുള്ളിക്കാരി ന്യായീകരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ കേട്ട വോയിസിൽ തന്നെ പുള്ളിക്കാരി എന്തുമാത്രം ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ക്യാഷ് വാങ്ങാനും അതുപോലെ തന്നെ ഈ ഒരു ഇടപാട് നടത്തിയതിന് മെയിനായിട്ട് ഈ ഒരു നീരജയ്ക്ക് പങ്കുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും തന്നെ പറ്റുന്നില്ല. പക്ഷേ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിക്ക് ഇതിലൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരി ഇതിൽ മീഡിയേറ്ററായിട്ട് നിന്നിട്ടുണ്ട്, അതിൽ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഒന്നും തന്നെ പറ്റത്തില്ല. പുള്ളിക്കാരി ഇതിൽ തന്നെ ഉണ്ടായിരുന്നു, അതിൽ എഫോർട്ട് ഇട്ടിട്ടുണ്ട്. ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ചെയ്യിപ്പിക്കാനും അതിൻ്റെ മീഡിയേറ്ററായിട്ട് നിൽക്കാനും അത് സിഒസ് നൽകുന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറേയധികം പുള്ളിക്കാരി ഇതിലുണ്ട്. അപ്പം അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പുള്ളിക്കാരിക്ക് പറ്റത്തില്ല. ഏതായാലും പുള്ളിക്കാരി ഇനി ഇതിന് രണ്ടാം പാർട്ട് എന്തോ വീഡിയോ ഇടുന്നുണ്ട്, എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതിന് എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതും കൂടെ കേട്ടിട്ടേ നമുക്ക് ബാക്കി സംസാരിക്കാൻ പറ്റത്തുള്ളൂ.